ഹരി ഓം. ദശകം 73, ശ്ലോകം 3. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്രാ നിജ മിത്രമണ്ഡലൈഃ മണ്ഡലൈശ്ച സഹ പിത്രാ നിജ മിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം. ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം. ശ്ലോകം 3 അന്വയവും അർത്ഥവും. പിത്രാ നിജമിത്രമണ്ഡലൈഃ ച സഹ ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ നിദംബിനീനാം പരിതാപഭരം ശമയിഷ്യൻ ഏകം സഖായം വ്യമുജഃ. പിത്രാ എന്നുവെച്ചാൽ അച്ഛനോടും നിജമിത്രമണ്ഡലൈഃ തൻ്റെ ഒരുപാട് സ്നേഹിതന്മാരോട് ച സഹ അവരോടും കൂടി. അപ്പം പിത്രാ നിജമിത്രമണ്ഡലൈഃ ച സഹ അച്ഛനോടും തൻ്റെ ഒരുപാട് സ്നേഹിതന്മാരോടും കൂടി ചരമപ്രഹരേ ഒടുക്കത്തെ യാമത്തിൽ, രാത്രിയുടെ ഒടുക്കത്തെ യാമത്തിൽ പ്രതിഷ്ഠമാനഃ മധുരാപുരിയിലേക്ക് പുറപ്പെട്ടെ. അവിടുന്ന് രാത്രിയുടെ ഒടുക്കത്തെ യാമത്തിൽ മധുരാപുരിയിലേക്ക് പുറപ്പെട്ടെ. അവിടുന്ന് നിദംബിനീനാം പരിതാപഭരം ശമയിഷ്യൻ. നിദംബിനീനാം സുന്ദരിമാരുടെ ഗോപികമാരുടെ പരിതാപഭരം കനത്ത സങ്കടത്തെ ശമയിഷ്യൻ ഒന്ന് ശമിപ്പിക്കുവാൻ ആഗ്രഹിച്ചിട്ട് ഏകം സഖായം വ്യമുജഃ ഏകം സഖായം ഒരു ചങ്ങാതിയെ പറഞ്ഞയച്ചു. അപ്പോൾ രാത്രിയാമമൊക്കെ കഴിഞ്ഞിട്ട് ഏതാണ്ട് വെളുപ്പാങ്കാലമായപ്പോഴേക്കും അച്ഛനോടും തൻ്റെ സുഹൃത്തുക്കളോടും കൂടിയിട്ട് മധുരയിലേക്ക് യാത്രയാകുന്ന ഭഗവാൻ തന്നോട് അത്രയും സ്നേഹമുള്ള ആസക്തിയുള്ള സുന്ദരിമാരുടെ അഗാധമായ വിരഹതാപത്തെ ഒന്ന് ശമിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രിയ ശിഷ്യനെ ഗോപികമാരുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. ചരമപ്രഹരേ പ്രതിഷ്ഠമാനഃ സഹ പിത്രാ നിജമിത്രമണ്ഡലൈശ്ച പരിതാപഭരം നിദംബിനീനാം ശമയിഷ്യൻ വ്യമുജഃ സഖായമേകം.